ഡിയേഴ്സ് വെൽക്കം ബാക്ക്. മക്കളെ +1 ഇനി നടക്കാൻ പോകുന്ന സപ്ലിമെന്ററി ഘട്ടത്തിൽ ഓരോ ജില്ലയിലേക്കും എത്ര വേക്കൻസി ഒഴിവുകളാണ് വരുന്നത് എന്നാണ്. അപ്പൊ തേർഡ് അലോട്ട്മെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. നമ്മൾ നോക്കാൻ പോവാണ്. തിരുവനന്തപുരം അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടലി 4,44,772 കുട്ടികൾ അപ്ലൈ ചെയ്തിരുന്നു. അതില് ഇപ്പൊ അലോട്ട്മെന്റ് കിട്ടിയത് 3,11,204. അതായത് ഏകദേശം 1,20,000 കുട്ടികൾക്കോളം അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് 422 ഒഴിവുകളാണ്. വേക്കൻസി വളരെ കുറവാണ് തിരുവനന്തപുരത്ത് ഉറപ്പിക്കുക. അതല്ല 71 കുറവ്. മലപ്പുറം ഏറ്റവും കുറഞ്ഞ വേക്കൻസി ഉള്ളത് മലപ്പുറമാണ്, 71. ബാക്കിയുള്ള സീറ്റുകളൊക്കെ ഫില്ലായി. എത്രയോ സീറ്റ് വേക്കന്റ് ആയിട്ട് കടന്നിരുന്നു. കൊല്ലത്ത് 459. പത്തനംതിട്ടയില് നമ്മൾ കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നു ഒരുപാട് സീറ്റുകൾ ഒഴിവ് വരുന്ന ഒരു ജില്ലയാണ്. ഇത്തവണ ഞങ്ങൾ പല തവണ പറഞ്ഞു ബാക്കിയുള്ള ജില്ലകൾ പത്തനംതിട്ട കൊടുക്കുക. അതിലെ പത്തനംതിട്ട ഒരുപാട് സീറ്റ് കഴിഞ്ഞ വർഷവും വേക്കന്റ് ആയിരുന്നു. ഇതും ഈ വർഷവും വേക്കന്റ് ആണ്. 1,224 സീറ്റ്. ഏറ്റവും കുറവ് സീറ്റുകൾ അവശേഷിക്കുന്നത് മലപ്പുറത്താണ്. 71 സീറ്റുകൾ മാത്രമാണ്. അത് ഈ മലപ്പുറം നമ്മൾ നോക്കുകയാണെങ്കിൽ മലപ്പുറത്ത് ഇതുവരെ അലോട്ട് ചെയ്തത് 57,669 പേരെയാണ്. പക്ഷെ ടോട്ടൽ ആപ്ലിക്കൻസ് അപേക്ഷകർ അവിടെ 82,750. അതായത് ഏറ്റവും സങ്കടകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാനുണ്ട്. പക്ഷേ സീറ്റ് വേക്കന്റ് ആയിട്ടുള്ളത് 5,922 സീറ്റ് മാത്രമേ വേക്കന്റ് ആയിട്ടുള്ളൂ. ഇനി തേർഡ് അലോട്ട്മെന്റിന് ശേഷം സ്പോർട്സ് കോട്ടയിലെയും കമ്മ്യൂണിറ്റി കോട്ടയിലെയും ഒക്കെ സീറ്റുകൾ കുറച്ച് കൺവേർട്ട് ചെയ്യും. അധിക ബാച്ചുകൾ അനുവദിക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ നിലവിൽ ഈ 1 ലക്ഷം കുട്ടികളും വെറുതെ ഇരിക്കുമെന്നില്ല, നിങ്ങൾ പേടിക്കണ്ട. 1 ലക്ഷം കുട്ടികൾക്കും ജോയിൻ ചെയ്യാനുള്ള അവസരമൊക്കെ വരും. പക്ഷെ മക്കൾ ആലോചിക്കേണ്ടത് എന്ത് ചെയ്യാ, നമ്മളെ ഇനി സയൻസ് എടുക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉള്ളത് നമ്മളെ ഇന്റഗ്രേറ്റഡ് സ്കൂൾ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. നല്ല ക്ലാസ്സുകൾ +1 +2 പഠിക്കുന്നതോടൊപ്പം തന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള എൻട്രൻസ് കോച്ചിങ് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കി തരും. ഓക്കെ, സപ്ലിമെന്ററി ഘട്ടത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാസ്സുകൾ ജൂലൈ 6 ആരംഭിക്കും. പക്ഷെ സപ്ലിമെന്ററിയുടെ വേക്കൻസി ലിസ്റ്റ്, അതായത് ഇപ്പൊ നിലവിലുള്ള ജില്ലാ തലത്തിലുള്ള ഈ ഒരു വേക്കൻസിയും അഡീഷണൽ അനുവദിക്കുന്ന സീറ്റുകളും പിന്നെ സ്പോർട്സ് കോട്ടയിൽ നിന്നൊക്കെ കൺവേർട്ട് ചെയ്യുന്ന സീറ്റുകളുടെ കംപ്ലീറ്റ് ലിസ്റ്റ് വരിക ഏകദേശം ജൂലൈ 11 നമ്മൾ നിങ്ങൾ ഇന്റഗ്രേറ്റഡ് സ്കൂൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ നിങ്ങൾ ട്യൂഷൻ കൊടുക്കുന്ന ഫീസിനേക്കാൾ കുറച്ചുകൂടി ഒരു ഫീസ് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റഗ്രേറ്റഡ് സ്കൂൾ ജോയിൻ ചെയ്യാൻ പറ്റും. അത് 2 വർഷം കറക്റ്റ് പഠിച്ചാൽ ആഗ്രഹിച്ചിട്ടും ആ സയൻസ് കിട്ടാത്ത മക്കള് വിഷമത്തിലിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് 2 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, MBBS അഡ്മിഷൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ നേടാൻ പറ്റും അല്ലേ. അപ്പൊ തേർഡ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളൊക്കെ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. അല്ലാത്ത കുട്ടികൾ സപ്ലിമെന്ററി ഘട്ടത്തിലേക്ക് വെയിറ്റ് ചെയ്യാം. സപ്ലിമെന്ററിക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതുണ്ട്. നിലവിൽ ഒരിടത്തും കിട്ടാത്തത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റ് വരെ ഒരിടത്തും കിട്ടാത്ത കുട്ടികൾക്കും കിട്ടിയിട്ടും എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ചിലപ്പോൾ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ, നഷ്ടപ്പെട്ടവർ എന്തെങ്കിലും ഡോക്യുമെന്റിൽ മിസ്റ്റേക്സ് വന്നു, നിങ്ങളുടെ അഡ്മിഷൻ റദ്ദ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്കും പുതുതായിട്ട് കൊടുക്കാം. പിന്നെ വേറെ കാര്യം, അലോട്ട്മെന്റ് കിട്ടിയിട്ടും പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും സപ്ലിമെന്ററി കൊടുക്കാൻ പറ്റില്ല. അതേപോലെ ശ്രദ്ധിക്കുക മക്കളെ, ഇതുവരെ അഡ്മിഷൻ അലോട്ട്മെന്റിൽ കൊടുക്കാത്തവർക്ക് ഫ്രഷ് ആയിട്ട് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഓൾറെഡി കൊടുത്തിട്ടും കിട്ടാത്തവർക്ക് അപേക്ഷ പുതുക്കാനുള്ള അവസരമുണ്ട്. ഇതൊക്കെ ഒരു ജൂലൈ 10 ശേഷം മാത്രമാണ് നമ്മൾ സപ്ലിമെന്ററി ഘട്ടം എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഈ ചാനലിൽ കിട്ടും. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബൈ.